പറ്റില്ലെങ്കിൽ രാജിവെച്ച് മാന്യമായി പുറത്തുപോയി മറ്റെന്തെങ്കിലും തൊഴിൽ ചെയ്ത് ജീവിക്കണം മിസ്റ്റർ സതീശൻ മുഖ്യമന്ത്രി. പ്രതിപക്ഷത്തിരുന്നപ്പോൾ എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? അധികാരത്തിൽ വന്നാൽ ആന ചേന എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു തേങ്ങയും ചെയ്യാൻ കഴിയാതെ ഇങ്ങനെ അന്തം വിട്ട് കുന്തം വിഴുങ്ങി ആ കസേരയിൽ ഇരിക്കരുത്. അല്ലെങ്കിലും ഇപ്പോഴും നിയമസഭയിലും വാർത്താ സമ്മേളനത്തിലും പോലും പിണറായി വിജയനെ മുഖ്യമന്ത്രി എന്ന് വിശേഷിപ്പിക്കുന്ന നിങ്ങളോട് ഒരു ചുക്കും പറഞ്ഞിട്ട് കാര്യമില്ല. ഏറ്റവും കൂടുതൽ വിദ്യാസമ്പന്നരുള്ള കേരളത്തിൽ തൊഴിലില്ലായ്മ അന്നും ഇന്നും ഒരുപോലെയാണ്. പിണറായി സർക്കാർ ഭരിച്ചിരുന്ന കാലത്ത് തൊഴിലില്ലായ്മയെപ്പറ്റി വാതോരാതെ പ്രസംഗിച്ചിരുന്ന, പിൻവാതിൽ നിയമനം നടത്തുന്നു എന്ന് ആക്രോശിച്ചിരുന്ന നിങ്ങൾ അധികാരത്തിൽ കയറിയതിനു ശേഷവും മൂക്കിൻ തുമ്പിൽ നടക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ഈ UDF മന്ത്രിസഭയിലെ ഏതെങ്കിലും ഒരു മന്ത്രിയെങ്കിലും അറിയുന്നുണ്ടോ? പിണറായി വിജയന്റെ രാജകൊട്ടാരത്തിന്റെ പുറത്ത് നിലവിളിയായി ഉപ്പിൻകൽമേൽ തപസ്സു നിന്ന PSC പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾ വീണപേക്ഷിച്ചിട്ട് പോലും മനസ്സലിയാത്ത, സ്വന്തം കൊട്ടാരവും സിംഹാസനവും വിട്ട് പുറത്തു വരാത്ത പിണറായിക്കും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനുമെതിരെയുള്ള ആ ഉദ്യോഗാർത്ഥികളുടെ വികാരം കൂടിയാണ് വോട്ടാക്കി നിങ്ങൾ ഈ മന്ത്രിസഭ സ്വന്തമാക്കിയത്. എന്നിട്ട് അവരെ വീണ്ടും പിണറായിക്കും കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്കും ഇരയാക്കി ഇട്ടുകൊടുക്കുന്നത് നെറികേടാണ് സതീശ, നെറികേടാണ്. എന്തിനാണ് ഇതൊക്കെ പറയുന്നത് എന്നതല്ലേ? നിങ്ങൾ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. പിണറായി സർക്കാരിന് അധികാരം മാത്രമേ കൈമോശം വന്നിട്ടുള്ളൂ. പക്ഷേ ഇപ്പോഴും കേരളം ഭരിക്കുന്നത് പിണറായിയാണോ സതീശനാണോ എന്ന കാര്യത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് തീർച്ചയായും സംശയമുണ്ട്. ഒരു സർക്കാർ വീഴുമ്പോൾ അധികാരം മാത്രമല്ല മാറേണ്ടത്, ഭരണ സംവിധാനത്തിൻ്റെ സ്വഭാവവും മാറണം. ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് പുതിയ നയങ്ങൾക്കും പുതിയ ഭരണശൈലിക്കുമാണ്. എന്നാൽ ഭരണകൂടം മാറിയിട്ടും ഭരണ സംവിധാനത്തിൽ പഴയ വിവാദങ്ങളും പഴയ രീതികളും പഴയ സ്വാധീനങ്ങളും തുടരുന്നുവെന്ന പ്രതീതി ജനങ്ങളിൽ ശക്തിപ്പെടുന്ന സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിൽ പല വിഷയങ്ങളിലും ഉയരുന്നത്. അതിൽ ഏറ്റവും ആശങ്കാജനകമായത് ലക്ഷക്കണക്കിന് യുവാക്കളുടെ സ്വപ്നങ്ങളുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന PSC പോലുള്ള ഭരണഘടനാപരമായ സ്ഥാപനത്തെ ചുറ്റിപ്പറ്റി വീണ്ടും ആരോപണങ്ങൾ ഉയരുന്നതാണ്. ഒരു പരീക്ഷയിൽ ഉദ്യോഗാർത്ഥിയുടെ ഉത്തരങ്ങൾ പരിശോധിക്കപ്പെട്ടില്ലെന്നോ, മാർക്ക് നിർണയത്തിൽ ഗുരുതരമായ പിഴവുണ്ടായെന്നോ, റാങ്ക് പട്ടികയെക്കുറിച്ച് സംശയങ്ങൾ ഉയർന്നെന്നോ ഉള്ള ആരോപണങ്ങൾ വെറും രാഷ്ട്രീയ വിവാദങ്ങളല്ല. അവ സത്യമാണെങ്കിൽ അതൊരു വ്യക്തിക്കെതിരായ അനീതി മാത്രമല്ല, മുഴുവൻ നിയമന സംവിധാനത്തോടുമുള്ള വിശ്വാസത്തിനേറ്റ ആഘാതമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആരോപണങ്ങളെ രാഷ്ട്രീയ തർക്കമായി തള്ളിക്കളയാതെ പരസ്യവും വിശ്വസനീയവുമായ അന്വേഷണത്തിലൂടെ സത്യം പുറത്തു കൊണ്ടുവരേണ്ടത് ഭരണകൂടത്തിൻ്റെ ബാധ്യതയാണ്, അല്ലെങ്കിൽ ഉത്തരവാദിത്തമാണ്. കേരളത്തിലെ യുവാക്കൾ PSC പരീക്ഷകൾക്ക് വേണ്ടി ചെലവഴിക്കുന്നത് വർഷങ്ങളാണ്. പലരും ജോലി ഉപേക്ഷിച്ചും കടം വാങ്ങിയും പരിശീലന കേന്ദ്രങ്ങളിൽ ചേർന്നും കുടുംബത്തിൻ്റെ പ്രതീക്ഷ മുഴുവൻ ചുമലിലേറ്റിയും പരീക്ഷ എഴുതുന്നു. അവരുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട കാലഘട്ടമാണ് അവർ ഈ പരീക്ഷകൾക്കായി മാറ്റിവെക്കുന്നത്. അത്തരമൊരു ചെറിയ സംവിധാനത്തെക്കുറിച്ച് ചെറിയൊരു സംശയം പോലും ഉയർന്നാൽ അതിന് വലിയ സാമൂഹിക പ്രത്യാഘാതമുണ്ടാകും. ജനങ്ങളുടെ വോട്ട് വാങ്ങിയും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടും വാഗ്ദാനങ്ങൾ വാരി വിതറിയും അധികാരത്തിൽ കയറിയിരിക്കുന്ന അത്ര എളുപ്പമല്ല മന്ത്രിമാരെ, അല്ലെങ്കിൽ MLA മാരെ, അല്ലെങ്കിൽ ജനപ്രതിനിധികളെ ഈ PSC ഉദ്യോഗാർത്ഥികൾ കഷ്ടപ്പെട്ട് ഉറക്കമിളച്ച് പരീക്ഷ എഴുതി ഏതെങ്കിലും ഒരു റാങ്ക് പട്ടികയിൽ കയറി പറ്റുന്നത്. അതറിയണമെങ്കിൽ ഈ മന്ത്രിസ്ഥാനങ്ങളും ഈ രാഷ്ട്രീയ നേതാക്കന്മാരുടെ സ്ഥാനങ്ങളും അലങ്കരിക്കാൻ നിങ്ങളും ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു പരീക്ഷയുടെ ഭാഗമാകണമായിരുന്നു. കുറഞ്ഞ പക്ഷം വിദ്യാഭ്യാസമെങ്കിലും ഉണ്ടാകണമായിരുന്നു. കഴിഞ്ഞ വർഷങ്ങളിൽ PSCയെ സംബന്ധിച്ച് വിവിധ വിവാദങ്ങളും വിമർശനങ്ങളും പൊതുസമൂഹത്തിൽ ചർച്ചയായിട്ടുണ്ട്. പരീക്ഷാ നടപടിക്രമങ്ങൾ, റാങ്ക് ലിസ്റ്റുകൾ, നിയമനങ്ങളിലെ കാലതാമസം, ഉദ്യോഗാർത്ഥികളുടെ പ്രതിഷേധങ്ങൾ, വിവിധ വകുപ്പുകളിലെ നിയമനങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ എന്നിവയെല്ലാം പല ഘട്ടങ്ങളിലും വാർത്തകളായിരുന്നു. ഓരോ ആരോപണവും തെളിയിക്കപ്പെട്ടവയാണെന്ന് പറയാനാവില്ല. എന്നാൽ ആവർത്തിച്ച് സംശയങ്ങൾ ഉയരുന്ന സാഹചര്യം തന്നെ സ്ഥാപനങ്ങളുടെ വിശ്വാസ്യത സംരക്ഷിക്കാൻ കൂടുതൽ സുതാര്യത ആവശ്യമാണെന്ന ഒരു സന്ദേശം അല്ലെങ്കിൽ മുന്നറിയിപ്പാണ് നൽകിയിരുന്നത്. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഭരണഘടനാപരമായ സ്ഥാപനങ്ങൾ രാഷ്ട്രീയ സ്വാധീനത്തിൽ നിന്ന് അകന്നു തന്നെ നിൽക്കണം. ഇതാണ് ജനങ്ങളുടെ പ്രതീക്ഷ. അതുകൊണ്ട് തന്നെ ഏത് സർക്കാരായാലും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയരുമ്പോൾ പ്രതിരോധ നിലപാടെടുക്കുന്നതിനു പകരം സ്വതന്ത്ര അന്വേഷണം, രേഖകളുടെ പരിശോധന, പരാതിക്കാരന് നീതി ലഭിക്കുന്ന നടപടികൾ എന്നിവ സ്വീകരിക്കുന്നതാണ് ഉചിതം. അതോടൊപ്പം പ്രതിപക്ഷത്തിനും വലിയ ഉത്തരവാദിത്വമുണ്ട്. ആരോപണങ്ങൾ ഉയർത്തുക എന്നത് മാത്രം മതിയാകില്ല. അവ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് വയ്ക്കുകയും നിയമപരമായ മാർഗങ്ങളിലൂടെ സത്യം പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുകയും വേണം പ്രതിപക്ഷം ചെയ്യാൻ. എന്നാൽ ആ പ്രതിപക്ഷം തന്നെ ഇപ്പോഴും ഭരണപക്ഷത്തിലില്ലെങ്കിലും കേരളത്തിൻ്റെ ഭരണം നടത്തിക്കൊണ്ട് പോവുകയാണെങ്കിൽ പിന്നെ ആരോടാണ് ഈ പൊതുജനം പരാതി പറയേണ്ടത്? ഇവിടെ ജനങ്ങൾക്ക് ആവശ്യം രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളല്ല, നിങ്ങൾ പൊള്ളയായി പറയുന്ന വാഗ്ദാനങ്ങളുമല്ല.
വിശ്വസനീയമായ ഉത്തരങ്ങളാണ്. കേരളത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് അതിൻ്റെ വിദ്യാഭ്യാസവും മനുഷ്യ വിഭവശേഷിയുമാണ്. ആ യുവതലമുറയുടെ വിശ്വാസമാണ് PSC പോലുള്ള സ്ഥാപനങ്ങളുടെ അടിത്തറ. ആ വിശ്വാസത്തിന് മങ്ങലേൽക്കാൻ പാടില്ല. അതിനായി എല്ലാ ആരോപണങ്ങളും നിഷ്പക്ഷമായി പരിശോധിക്കപ്പെടുകയും പിഴവുണ്ടെങ്കിൽ അത് തിരുത്തപ്പെടുകയും ഉത്തരവാദികളായവർ നിയമ നടപടികൾ നേരിടുകയും വേണം. അവസാനം ഒരു കാര്യം മാത്രം പറയാം. ഒരു ഉദ്യോഗാർത്ഥിയുടെ നഷ്ടപ്പെട്ട മാർക്ക് വെറും അക്കമല്ല, അതൊരു കുടുംബത്തിൻ്റെ പ്രതീക്ഷയും ഒരു യുവാവിൻ്റെ ജീവിതത്തിലെ വർഷങ്ങളും കൂടിയാണ്. അതുകൊണ്ട് PSCയെ ചുറ്റിപ്പറ്റി ഉയരുന്ന ഓരോ ആരോപണവും അതീവ ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്. ഭരണകൂടത്തിൻ്റെ വിശ്വാസ്യതയും സ്ഥാപനങ്ങളുടെ സ്വതന്ത്രതയും സംരക്ഷിക്കപ്പെടുമ്പോഴേ ജനങ്ങൾക്ക് നിയമന സംവിധാനത്തിൽ വീണ്ടും പൂർണ്ണ വിശ്വാസമുണ്ടാവും. അതാണ് ഏത് സർക്കാരിനും ഏറ്റവും വലിയ പരീക്ഷയും ഏറ്റവും വലിയ ഉത്തരവാദിത്വവും. ആദ്യം ഒരു വെള്ള പേപ്പറിൽ 100 പ്രാവശ്യം ഞാനാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന് എഴുതി പഠിച്ച് സ്വയം വിശ്വസിക്കുകയും അത് ഉറപ്പിക്കുകയും വേണം സതീശൻ. എന്നിട്ട് വേണം കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നം എന്താണെന്ന് പഠിക്കാൻ. ഇവിടെ പൂക്കി മുഖ്യമന്ത്രിയെയും ചിരിച്ചു കാണിക്കുന്ന കോമാളിയെയും അല്ല ഞങ്ങൾക്ക് ആവശ്യം. 10 വർഷത്തെ കേരളത്തിലെ ജനങ്ങളുടെ ഭരണവിരുദ്ധ വികാരമാണ് നിങ്ങളിരിക്കുന്ന മന്ത്രി കസേര. കഴിഞ്ഞ നാളുകളിൽ കേരളത്തിലെ ജനങ്ങൾ അനുഭവിച്ച വേദനകൾക്കും കടക്ക് പുറത്ത് നടക്കം കേട്ട ആക്ഷേപങ്ങൾക്കും വീട്ടിൽ പോയി ചോദിക്കുക എന്നുള്ള ധാർഷ്ട്യത്തിനും ഞങ്ങൾ കൊടുത്ത പ്രതീക്ഷയാണ് നിങ്ങൾക്ക് അവർ സമ്മാനിച്ച മന്ത്രി കസേര. നെഞ്ചം വിരിച്ചു നിന്ന പിണറായി തലകുനിച്ച് മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് ഇറങ്ങിപ്പോയതല്ല, കേരളത്തിലെ ജനങ്ങൾ ഇറക്കി വിട്ടതാണ്. സതീശൻ ആ കഥ, ആ ചരിത്രം ഒന്നിരുത്തി വായിക്കുന്നത് നന്നായിരിക്കും.